بسم الله عظيم القدرة والشان بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف خلق الله سيدنا محمد وآله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد إني وإن سامني ضيم يروعني أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني ഇരുന്ന് ബുദ്ധിമുട്ടിയവരുണ്ടെങ്കിൽ ബാക്കി കൊടുക്കുന്നവരെ ഒന്ന് നിൽക്കാം. എന്നാ പിന്നെ അവസാനത്തെ ആ നിൽക്കുന്നവർ കൂടി അങ്ങ് ഇരിക്കും നിങ്ങൾ ഇരിക്കുമ്പോഴും.
ഞാൻ പറയും നിന്നെ വിളിച്ചിരുന്നു. അല്ലാഹു അക്ബർ. لا إله إلا الله. اللهم صل على محمد. صلاة القائمة حتى محمد. إن شاء الله. ഇനി എല്ലാവരും ഇരിക്കുക. കുറച്ച് ബാക്കിൽ നേരത്തെ നിന്നവരും ആ കൂട്ടത്തിലങ്ങിരുന്നാൽ വളരെ ബാക്കിലുള്ളവർക്ക് കാണാൻ സാധിക്കുമല്ലോ ഒരല്പസമയം. ബഹുമാന്യരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ദിയാഉൽ മുസ്തഫ ഹമദ് കോയത്തങ്ങൾ അവർ, മറ്റ് സയ്യിദന്മാർ, പണ്ഡിതർ, എന്റെ കരളിറ്റ കെട്ടുകളായ മുതഅല്ലിമുകൾ, SYS-ന്റെയും SSF-ന്റെയും SMA-യുടെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും SBS-ന്റെയും എല്ലാം പ്രവർത്തകർ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർ, ശ്രോതാക്കളായ എല്ലാവരും, സഹോദരങ്ങളെ, ചിലരെല്ലാം സമ്മേളനത്തിന് വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക കാര്യം മാത്രം പറയാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനമാണ് എന്ന് കരുതും. മറ്റു ചിലർ ഇത് വാശിയുടെയും തർക്കത്തിന്റെയും പേരിൽ ഉള്ളതാണെന്ന് കരുതും. എനിക്കാദ്യമായി പറയാനുള്ളത്, നമ്മുടെ സമ്മേളനം അങ്ങനെയൊന്നും അല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തുന്നതിനു വേണ്ടി അറുപത് കൊല്ലം മുമ്പ് 70 കൊല്ലം മുമ്പ് സ്ഥാപിതമായ മത സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മഹത്തായ സംഘടന ഇന്ന് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവല്ലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ മഹാനവറുകളുടെ കയ്യിലാണ്. ആ സംഘടന പറയുന്നതും ആജ്ഞാപിക്കുന്നതും നിർദ്ദേശിക്കുന്നതുമായ എല്ലാം ഇവിടെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന
യുവ സംഘടനയാണ് സമത്വ കേരള സുന്നി ആ സംഘടന ആവശ്യമാകുന്ന സമയത്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തും. ഇവിടെ പ്രധാനപ്പെട്ട ജില്ലകളിൽ മുഴുവനും സമ്മേളനം നടത്താൻ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് കോഴിക്കോട്ടും മലപ്പുറത്തും കഴിഞ്ഞു. മൂന്നാമത്തെ സമ്മേളനം ആണ് കണ്ണൂരിൽ ഇന്ന് നടക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഈ സമ്മേളനത്തിന്റെ ആവശ്യം, സംഘടനയുടെ ആവശ്യം മത ഭൗതിക രംഗത്ത് ഈ രാജ്യത്തെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക, അതാണ്. കണ്ണൂരിലെ ജനങ്ങളോട് എനിക്കാദ്യമായി പറയാനുള്ളത്, ഒരൽപ്പകാലമായി കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെല്ലാം പേടി വന്നുകൊണ്ടിരിക്കുന്നതിനവസ്ഥ. ആ നിലക്ക് കണ്ണൂരിനെ ഒരു കലാപ കലുഷിതമായി മാറ്റരുത്, അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക, അതാണ് എന്റെ ഈ പ്രസംഗത്തിലെ പ്രധാനമായ ആഹ്വാനം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളരെയധികം അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് ഇവിടെ വളർന്നു വന്നതാണ്. നേരത്തെ സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവர்கள் നിങ്ങളോട് പറഞ്ഞു ചില സംഭവങ്ങൾ. സമത്വക്ക് നേരെ, സമത്വയുടെ പ്രവർത്തകർക്ക് നേരെ ഒരുപാട് അമ്പുകൾ എഴുതുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും, അത് സമത്വക്ക് മാത്രമുള്ളതല്ല, കഴിഞ്ഞ കാല ചരിത്രത്തിലേക്ക് നാം കണ്ടുപിടിച്ചാൽ മുഴുവൻ പണ്ഡിതർക്കും മുഴുവൻ പ്രധാനത്തിനും നേരെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടു. എന്നല്ല, സയ്യിദുൽ കായിനാത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ പോലും കുപ്രചരണങ്ങളും കള്ളത്തരങ്ങളും അഴിച്ചുവിട്ടിട്ടില്ലേ? ഒരിക്കൽ ശത്രുക്കൾ ആലോചിച്ചുകൊണ്ട് ആസൂത്രിതമായി കണ്ടുപിടിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്കിന് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞു. തിൽക്കൽ ഖറാനീകുൽ ഉലാ വഇന്ന ശഫാഅതഹുന്ന ലതുർതജാ എന്ന് പറഞ്ഞുകൊണ്ട് ബിംബങ്ങൾ ആദരിക്കപ്പെടേണ്ടവയാണെന്നും ബിംബങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്നും ബിംബത്തിനെ ബഹുമാനിക്കണമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ശത്രുക്കൾ പ്രചരിപ്പിച്ചു. ഇതിന്റെ അപ്പുറമേ വല്ലതും വേണമോ? അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ വന്നത് എന്തിനാണ്? മാത്രമല്ല, 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ എന്തിനാണ് വന്നത്? അഫ്ളു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഞാനും എന്റെ മുൻഗാമികളായ ലക്ഷത്തിൽ പരം അംബിയാ മുർസലുകളും ഇവിടെ പഠിപ്പിച്ച വാക്കുകൾ, സംസാരിച്ച വാക്കുകൾ, ഉച്ചരിച്ച വാക്കുകൾ, അതിൽ വെച്ച് ഏറ്റവും ഉത്തമം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല, ആരാധനക്ക് അർഹൻ ഇല്ല, ഒരു സാധനത്തെയും ആരാധിക്കാൻ അർഹതയില്ല, പാടില്ല എന്ന ഈ കലിമത്തു തൗഹീദ് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിനു മുമ്പുള്ള മുഴുവൻ അമ്പിയാക്കളും വന്നത്. എന്നിട്ട് ആ തൗഹീദിനെതിര് ബിംബങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു എന്ന് ഈ കൂട്ടർ പ്രഖ്യാപിച്ചില്ലേ? അവർ പറഞ്ഞു നോക്കിയില്ലേ? ഇതിന്റെ അപ്പുറത്ത് പിന്നെ എന്ത് കളവാണ് പറയാനുള്ളത്? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖണ്ഡിച്ചു, അതിനെ തുരത്തി. അത് മുശ്രിക്കുകളുടെ കുപ്രചരണമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുതി വെക്കുന്ന സഹാബികൾ ഉണ്ടായിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഉള്ള വ്യക്തി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റൊരു വ്യക്തി. അങ്ങനെ ഒരുപാട് സഹാബികൾ നബിതങ്ങൾക്ക് വരുന്ന വഹി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർ തോലിന്റെ മുകളിലും എല്ലിൻ ഘട്ടങ്ങളിലും മരത്തിന്റെ ഘട്ടങ്ങളിലുമെല്ലാമായി എഴുതി വളരെ ബഹുമാനത്തോടുകൂടി സൂക്ഷിച്ചിരുന്നു. ആ കൂട്ടത്തിൽ നബി തങ്ങൾക്ക് വരുന്ന ചില കത്തുകൾ, ആ കത്തുകൾക്ക് മറുപടി എഴുതാനും ചില വാചകങ്ങളൊക്കെ എഴുതി അറിയിക്കാനും നിശ്ചയിച്ച കൂട്ടത്തിൽ ഒരു കപടവിശ്വാസി ഉണ്ടായിരുന്നു. നബി തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്ത് കാണിക്കാൻ വേണ്ടി അവനെ നിശ്ചയിച്ചതാണ്, അറിയാത്തത് കൊണ്ട് നിശ്ചയിച്ചതല്ല. അവൻ നേരത്തെ നസ്രാനിയാണ്, പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ ബാഹ്യമായ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അവനെ ചില്ലറ ചില കത്തുകൾ എഴുതാൻ നിശ്ചയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പരസ്യമായി പുറത്തുപോയി. എന്നിട്ട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? അവൻ എന്താ പറഞ്ഞത്? ലം യഖുൽ മുഹമ്മദുൻ ഇല്ലാ മാ കതബ്തു ലഹു. ഞാൻ എഴുതി തയ്യാറാക്കി കൊടുത്തതല്ലാതെ മുഹമ്മദ് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. അങ്ങനെയുണ്ട്. എഴുതാൻ നിശ്ചയിക്കുന്ന ആള് ചിലപ്പോൾ ചിലവ് കളവ് പറയുന്നുണ്ട്. ഇപ്പൊ ഷെയർ മുബാറക്കിന്റെ സനത് ഞാൻ എഴുതി കൊടുത്താന്ന് ഒരുത്തൻ പറഞ്ഞു. മർക്കത്തിൽ ടൈപ്പ് ചെയ്യാനാക്കിയെന്നൊരു ചങ്ങായി. അന്ന് അവൻ അവിടുത്തെ ടൈപ്പിസ്റ്റാണ്. അവനോടത് കയ്യെഴുത്ത് ഉള്ളത് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോ അവൻ പറയുന്നു ഞാൻ എഴുതി കൊടുത്തു. ഇത് ആരോടുള്ള പിന്തുണച്ചയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ എഴുതി കൊടുത്തതല്ലാതെ ഒന്നും മുഹമ്മദ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഈ ദുഷ്ടൻ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോൾ പറഞ്ഞു, ലാ യഖ്ബലുഹുൽ അർളു ലാ തഖ്ബലുഹുൽ അർളു. ആ മനുഷ്യനെ ഭൂമി സ്വീകരിക്കുകയില്ല, ഭൂമി അവനെ സ്വീകരിക്കൂല. അങ്ങനെ അവൻ മരണപ്പെട്ട ശേഷം
ഭൂമിയിൽ കുഴിച്ചിട്ടു. നേരം വെളുക്കുമ്പോഴേക്ക് അവന്റെ ശവം ഭൂമിയുടെ പുറത്തായി പോയി. അന്ന് അവര് പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ അനുയായികൾ പുറത്തെടുത്തിട്ടതാണ്. രണ്ടാമത്തെ ദിവസം അവർ അതിനേക്കാളും ആഴമുള്ള കുഴിയിൽ കുഴിച്ചിട്ടു. അന്നും അതാ നേരം വെളുക്കുമ്പോഴേക്ക് ഈ ശവം പുറത്ത് ചാടിപ്പോയി. മൂന്നാമത്തെ ദിവസം അവര് പറയുന്നു, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ആക്ഷേപിച്ചുകൊണ്ട് അവർ പറയുന്നു, മുഹമ്മദിന്റെ അനുയായികൾ ചെയ്തതാണ്. ഇന്ന് നമുക്ക് അവർ ആരും ചെയ്താൽ കുഴിച്ചാൽ ഒരു രാത്രി കൊണ്ട് കുഴിച്ചാൽ എത്താത്ത അത്രയും വലിയ ആഴമുള്ള കുഴിയിലിട്ട് വളരെ ഭദ്രമായി കല്ല് വെച്ച് അടച്ചിട്ട് നമുക്ക് വെക്കണം. എന്നാൽ അവർ കുഴിച്ചെടുക്കൂല. അങ്ങനെ മൂന്നാമത്തെ ദിവസം കുഴിച്ചിട്ടു. അന്നും നേരം വെളുക്കുമ്പോഴേക്ക് അതാ ഇവന്മാർ ഒരാൾ കാവൽ നിന്നിരുന്നു. അവർ കണ്ടുകൊണ്ട് തന്നെ ഈ ശവം പുറത്തു ചാടിപ്പോയി. ഭൂമി അവനെ സ്വീകരിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതനുസരിച്ച്. സഹോദരങ്ങളെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ശിർക്ക് ആരോപിച്ചവരുണ്ട്. അവിടുന്ന് വഹി മുഖേന പറഞ്ഞതല്ല, ഇവൻ എഴുതി തയ്യാറാക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞവർ ഉണ്ടായില്ലേ? ഇതാണ് കാപട്യമുള്ള ആളുകൾ. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി ഖുലഫാഉർ റാഷിദുകളുടെ ഓരോരുത്തരുടെ കാലത്തും മുനാഫിക്കുകൾ ഉണ്ടായിട്ടുണ്ട്, കപടവിശ്വാസികൾ ഉണ്ടായിട്ടുണ്ട്. അവരെ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നല്ല, കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ എന്തെല്ലാം ആരോപണം പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, മൂസാ നബി മണി തടിച്ച ആളാണ്. അതുണ്ടാകാൻ പാടില്ല. അമ്പിയാക്കന്മാർക്ക് അങ്ങനത്തെ രോഗം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ഈമാൻ കാര്യമാണ്. അമ്പിയാക്കൾക്ക് അങ്ങനത്തെ ഒരു അഴിവും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി കുളിക്കുകയില്ല. അതുകൊണ്ട് മൂസാ നബിയെ സംബന്ധിച്ച് ഈ ആരോപണമാണ് അവർ പറഞ്ഞത്. മന്തുള്ള ആളാണ്, പെരിക്കാലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആക്ഷേപിച്ചു. ഇത് വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? ഇത് അല്ലാന്ന് മൂസാ നബി അല്ലാതെ വേറെ ആൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോ അല്ലാഹു തആല എന്താണ് ഹിക്മത്ത് ചെയ്തത്? ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഉടുക്കുന്ന വസ്ത്രം അഴിച്ചുകൊണ്ട് വേറെ ഒരു കുളിമുണ്ട് എടുത്തെടുത്തു. കുളിക്കുമ്പോൾ ധരിക്കുന്ന ഒരു മുണ്ട് എടുത്ത് ഉടുത്ത്, എന്നിട്ട് ഈ സാധാരണയുള്ള വസ്ത്രം കല്ലിന്റെ മുകളിൽ വെച്ചു. അങ്ങനെ റൂം അടച്ച് റൂമിൽ നിന്ന് ഈ കുളിമുണ്ട് ഉടുത്തുകൊണ്ട് കുളിക്കുകയും കുളിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മെല്ലെ വാതില് തുറന്ന് ആ തുണി, അവിടെ വെച്ച തുണിയെടുത്ത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഈ കല്ല് അതാ ഒരൊറ്റ ഓട്ടം ഓടുന്നു. ഓടിയ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം എന്താണ് ഏ കല്ല്, നീ എവിടേക്കാണ് ഓടുന്നത്? എന്റെ തുണി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിന്റെ പിന്നാലെ ഓടി. കല്ല് അതാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കൊണ്ട് ഓടി ഈ ശത്രുക്കളിരിക്കുന്ന സദസ്സിന്റെ മുമ്പിൽ ചെന്ന് കല്ല് തിന്നു. മൂസാ നബിയും അറിയാതെ ഈ തുണി കിട്ടാൻ വേണ്ടിയുള്ള തകൃതിയിൽ പോയി. അപ്പോൾ മൂസാ നബി ഉടുത്തത് ഒരു ചെറിയ നേരിയ വസ്ത്രമാണല്ലോ. ആ വസ്ത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുമുണ്ട്. അപ്പൊ വെള്ളം ഒഴിച്ചാൽ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി നിൽക്കും. ആ വസ്ത്രം കണ്ടപ്പോൾ
ഇവര് പറഞ്ഞു മൂസാ നബിക്ക് നമ്മളീ പറഞ്ഞ അയ്ബൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ, അവർ പറഞ്ഞ ആരോപണത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ അല്ലാഹു തആല ഒഴിവാക്കി രക്ഷപ്പെടുത്തി. ഇതൊരു ചെറിയ ആരോപണം അവിടുന്ന് പറഞ്ഞിട്ടാണ് സഹോദരങ്ങളെ മൂസ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരം ആരോപിക്കുകയും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന്, ഗർഭിണിയായ പെണ്ണിനെ കൊണ്ടുവന്ന് ഇത് മൂസ വ്യഭിചരിച്ചതാണെന്ന് പറയിപ്പിച്ചു. നഊദു ബില്ലാഹ്. ഉടനെ തന്നെ ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിയോട് പുറത്തു വരാൻ മൂസ നബി അലൈഹിസ്സലാം പറയുകയും കുട്ടി ഉടനെ പുറത്തു വന്നുകൊണ്ട് യതകല്ലമു സംസാരിക്കുകയാണ്. മൂസ, നീ എന്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടില്ല, എന്റെ ഉമ്മയെ ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഒരു ആട്ടിടയൻ വ്യഭിചരിച്ചതാണ് എന്ന് ഈ ചെറിയ കുഞ്ഞ് ഉമ്മിന്റെ വള്ളയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഉടനെ പറഞ്ഞപ്പോൾ ജനങ്ങൾ പരാജയപ്പെട്ടു പോയി. അവര് പറഞ്ഞ എല്ലാ ആരോപണത്തെ തൊട്ടും മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരിശുദ്ധനാക്കി ഒഴിവാക്കി. അങ്ങനെ അവസാനം ബൽആം ഇബ്നു ബഅൂറ എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് പ്രാർത്ഥന നടത്തിയിട്ടെങ്കിലും മൂസാ നബിയെ കൊല്ലണം, നശിപ്പിക്കണം എന്നവർ തീരുമാനിച്ചു. ഒരു ഭൗതിക പണ്ഡിതനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്വർണത്തിന്റെ കിഴികൾ, പണത്തിന്റെ കെട്ട് അങ്ങ് വെച്ചുകൊടുത്തപ്പോൾ അങ്ങ് ദുആ ചെയ്യാൻ ശ്രമിച്ചു പോയി കേട്ടോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞത് ഫമസലുഹു കമസലിൽ കൽബി, അവൻ പട്ടിയെപ്പോലെ തരം താഴ്ന്നു പോയി എന്നാണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ ഈ മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് നാവ് നീട്ടി കേലയൊലിച്ച് നടക്കുന്ന പട്ടിയെപ്പോലെ, പേപ്പട്ടിയെപ്പോലെ തരം താഴ്ന്നു പോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അഗ്രം മുഴുവൻ അമ്പിയാക്കൾക്കും ശത്രുക്കളുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാമിന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടുന്ന ശത്രു ഉണ്ടായില്ലേ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ വാളുകൊണ്ട്, ഈർച്ചവാളുകൊണ്ട് ഈർന്നു കൊന്ന ശത്രുക്കൾ ഉണ്ടായില്ലേ? അല്ലാഹു തആല അതാണ് ഖുർആനിൽ പറയുന്നത്. എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാരും ജിന്നിൽപ്പെട്ട ശൈത്താന്മാരും രണ്ടു തരം ശത്രുക്കളുണ്ട്. അല്ലാഹു തആല പറയുന്നു അവരെ ജോലി എന്താണ്? യുഹീ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ, അവർ മറ്റു ചിലരോട് ഒരാള് മറ്റൊരാളോട് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കും, കള്ളത്തരം ഇങ്ങനെ പറഞ്ഞിട്ട് കേൾപ്പിച്ചു കൊടുക്കും, അവരെ വഴിവേൽപ്പിക്കും. അങ്ങനത്തെ ചില ശൈത്താന്മാര്, മനുഷ്യ ശൈത്താന്മാരുണ്ട്, ജിന്ന് ശൈത്താനുണ്ട്. അല്ലാഹു പറയുന്നതാണ്. അല്ലാഹു അങ്ങനെ വേണ്ടാന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ ചെയ്യില്ലായിരുന്നു. അള്ളാഹിന്റെ ഉദ്ദേശം തന്നെയാണ് നിങ്ങളെ പരിശോധിക്കാൻ. അല്ലാഹു തആല അങ്ങനെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഫദർഹും വമാ യഫ്തറൂൻ, അവരങ്ങനെ ആ കളവും പറഞ്ഞ് നടക്കട്ടെ, അവരെ നീ ഒരിക്കലും പരിഗണിക്കണ്ട എന്ന്. നോക്കി എന്ത് കളവാണ്, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇവിടുത്തെ ചില ചാനലുകാരെ ഞാൻ ആലോചിക്കാണ്, കളവ് മാത്രം പറയും എന്ന് ബോധ്യപ്പെട്ട കക്ഷികളുടെ പത്രസമ്മേളനം ഈ ചാനലിൽ കൊടുക്കാൻ മാത്രം ചില ചാനലുകൾ അധപ്പതിച്ചു പോയോ? ഞാൻ ചോദിക്കുന്നു. ഇന്നലെ കണ്ടു, ഏതോ കുറ്റിപ്പുറത്ത് ഒരു മനുഷ്യൻ ഇവിടെ ബിസിനസ് നടത്തി തട്ടിപ്പ് നടത്തിയിരുന്നു. അവനെ മർക്കസിലാണ് ഒളിപ്പിച്ചത്. എന്നിട്ട് അത് ചാനൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ചാനൽ എത്ര താന്നു പോയി ഞാൻ നോക്കുന്നത്. ഇവര് കളവല്ലാതെ ജീവിതത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കക്ഷിന്റെ ഈ വാക്ക് കൊടുക്കാൻ എന്തിന് ചാനലുകാർ പോകണം? എന്തിന് പത്രക്കാർ പോകണം? ഞാൻ ചോദിക്കട്ടെ, മർക്കസിൽ ഒരാളെ കൊണ്ടുവന്ന് ഒളിപ്പിക്കാൻ കഴിയും?
22,000 കുട്ടികളുണ്ട് മർക്കസ് പഠിക്കുന്നത്. എവിടെ നോക്കിയാലും അവിടെ ആർട്സ് കോളേജ്, അവിടെ സയൻസ് കോളേജ്, അവിടെ ഹിഫ്ള് കോളേജ്, അവിടെ ശരീഅത്ത് കോളേജ്, അവിടുത്തെ പിന്നെ അസ്ഹരി കോളേജ്, അങ്ങനെ തുടങ്ങിയിട്ട് കുട്ടികൾ നിറഞ്ഞു കിടക്കുന്ന ആ സമുദ്രം പോലത്തെ അവിടെ ഒരു മനുഷ്യരെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ലോകം വെച്ച് ഒന്നാമത്തെ വിദ്യയാണ് ഇവനൊന്ന് മനസ്സിലായിക്കൂടെ? എന്താണ് ഈ പറയുന്നത്? ഞാൻ സാന്ദർഭികമായി പറയട്ടെ, അവർ ശരിക്ക് ജനിച്ചവരാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. സാധ്യമല്ല. ഞങ്ങൾക്കങ്ങനെ ആരെയും ഒളിപ്പിക്കുന്ന പണിയില്ല. ഞങ്ങൾക്ക് അത്തരം ആളുകൾക്ക് അഭയം കൊടുക്കുന്ന പണിയില്ല. ഞങ്ങളിവിടെ ഈ ബിസിനസ് നടത്താൻ വേണ്ടി ആളുകളോട് ഷെയർ വിരിക്കുന്ന പണിയില്ല, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന പണിയില്ല. ഒരൊറ്റക്കുട്ടിയും ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരാൾക്കും ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ ദീനിന്റെ സേവനമാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ കണ്ണുക്കടിയായിട്ട് ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കാൻ വേണ്ടി ചാനലുകാരെയും പത്രക്കാരെയും ഉപയോഗപ്പെടുത്തുകയാണ്. ചാനലുകാരും പത്രക്കാരും വെറുക്കണ്ട ഞാൻ പറഞ്ഞതുകൊണ്ട്. ഇത്രയും തരം താഴ്ന്ന ജീവിതത്തിൽ ഒറ്റ സത്യവും പറയാത്ത കക്ഷികളുടെ ഇത് പെട്ടെന്ന് ഇങ്ങനെ എഴുതി കാണിക്കുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. എന്തെല്ലാം പോലും മർക്കസ് തഖാഫത്ത് ഷെയർ മുബാറക്ക് കൊണ്ടുവന്നു. ആ ഷെയർ മുബാറക്കിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇപ്പൊ അവിടെ ഉണ്ടല്ലോ, ചോദിച്ചു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഞാൻ ആ ഷെയർ മുബാറക്കിന് കണ്ടിട്ടുമില്ല പോയിട്ടുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് നാട് നിങ്ങൾ പ്രചരിപ്പിച്ചില്ല. എന്താ പറഞ്ഞത്? അത് കോഴിക്കോട്ടും മലപ്പുറത്തൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആവർത്തിച്ചില്ല എന്ന് മാത്രം. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷെയറാണെന്ന് പറയപ്പെട്ടാൽ, വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞാൽ അതിന് പിന്നെ തെളിവ് ചോദിക്കാൻ പാടില്ല, അന്വേഷണം ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം തന്നെ ചോദിച്ചു. ഒരു സ്ഥലത്തൊരു ഷെയർ മുബാറക്കുണ്ട്, അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷെയറാണെന്ന് പറയപ്പെടുന്നു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് പോലും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മറുപടി പറഞ്ഞത്, നിങ്ങൾ അതിനെ ബഹുമാനിച്ചു കൊള്ളണം, നിസ്സാരപ്പെടുത്തരുത്. അതുകൊണ്ട് പൊന്മള പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്നത് ആയതുകൊണ്ട് ഞങ്ങൾക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവര് പോയിട്ട് ബോംബെ പോയി, കൊടുങ്ങല്ലൂർ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്ന് പറയുന്ന അത് പറഞ്ഞപ്പോ പറഞ്ഞതാ. ഞാൻ അവിടെ ഒട്ട് പോയിട്ടില്ല, ഞാൻ അതൊട്ട് കാണാൻ പോയിട്ടില്ല, ചോദിക്കാൻ പോയിട്ടില്ല. അത് കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് ഇവിടെ ഈ ഷെയർ മുബാറക്ക് കാണാൻ പോയില്ല എന്ന് വെച്ചോളൂ. ഈ മാതിരി കളവ് പറയുന്ന ഈ കക്ഷികൾ ലോകത്തിന് ശത്രുക്കളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കാത്ത നിർവാഹമില്ല. ഞങ്ങൾക്ക് മടിയുണ്ട് പറയാൻ, എന്നാലും സാധാരണക്കാരായ ജനങ്ങൾ ഉസ്താദേ ഇപ്പോ സമസ്തയിൽ തന്നെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ എതിരാണ് പോൽ എന്ന് പറഞ്ഞിട്ട് ആ പൂദ്യം വെച്ച് നിങ്ങളെ വീട്ടിൽ കുത്തരുന്നോളെ. ഞങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ കസാൽമ കയറി കൂടാന്നുള്ള ആ പൂതി വേണ്ട, അത് ഒരിക്കലും വേണ്ട. നിങ്ങൾ അടങ്ങിയിരുന്നോളൂ, നിങ്ങൾ നിങ്ങളെ പണിയെടുത്താൽ മതി. എന്നിട്ട് ബോംബുണ്ടാക്കുക പറയാം. പക്ഷെ താജുല്ലുലമക്ക് കറാമത്തുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഇപ്പൊ കൊടുവള്ളി അടുത്തു ഇന്നലെ ഒരാളെ മൂന്ന് വെള്ളം പോയി ഉണ്ടാക്കിയതാ. ഇതേ കൂട്ടര്, 2 അക്ഷരമുള്ള കൂട്ടരില്ലേ,
അക്കൂട്ടര് ബോംബുണ്ടാക്കി ഇവിടെ പൊട്ടതുപോലെ തന്നെ കൊടുവള്ളി അടുത്ത് സ്ഥലത്തും പൊട്ടി അവരിന്ന് ആസ്പത്രിയിൽ കിടക്കുകയാണ്. 3 പേരിൽ പോയി. ഇത് താജുൽ ഉലമന്റെ കറാമത്താണ്. താജുൽ ഉലമന്റെ സംഘടനയാണ്. ഞങ്ങളെ സമസ്ത, ഞങ്ങളെ എത്രയത്ത്, ഞങ്ങളെ എത്തത്തപ്പ്, ഇതെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ സംഘടനയാണ്, സ്വാലിഹീങ്ങളുടെ സംഘടനയാണ്. അതുകൊണ്ട് അതിനെ തൊട്ട് കളിക്കണ്ട. ഇതെന്തൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ. പിന്നെ ഈ ചാനലുകാരെ കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചില നേതാക്കളെ പറ്റി ആലോചിക്കാം. പള്ളി പോയി തച്ച് ഉടച്ച് തകർത്ത്, പള്ളിയും മദ്രസയും തച്ച് ഉടച്ച്, എന്നിട്ട് മറ്റേ മദ്യപിച്ച ആളുകളെ പോലെ ആ പള്ളിന്റെ അടുത്ത് കാണാൻ വന്ന മനുഷ്യന്മാരുടെ കാറുകളൊക്കെ ഒന്തി തള്ളിയിട്ട് അടിച്ച് പൊളിച്ച്, എന്നിട്ട് നേതാക്കന്മാര് ഒരക്ഷരം എന്തുകൊണ്ട് പറയാത്തത്? അനുയായികളെ, നിങ്ങൾ ഇത്തരം അക്രമങ്ങൾ ചെയ്യരുത് എന്നെന്തുകൊണ്ട് നേതാക്കൾ പറയുന്നില്ല? ഗൗരവമായി ജനങ്ങൾ ചിന്തിക്കണം. ഞങ്ങളെ അനുയായികൾ നാളിതുവരെ അത്തരം ആണത്വമില്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യുകയുമില്ല. അഥവാ ഏതെങ്കിലും വൃത്തൻ ചെയ്താൽ ഞങ്ങൾ അവനെ പേരിൽ ശരിയായ നടപടിയെടുക്കും, അവനെ ഞങ്ങൾ നിർദ്ദേശിക്കും, ഗുണദോഷിക്കും, സംശയം വേണ്ട. പാർട്ടി നോക്കിയിട്ട്, ഗ്രൂപ്പ് നോക്കിയിട്ട് ഈ ലോകത്ത് ഫിത്നയുണ്ടാക്കാനോ? എന്തിനാണ് ജനങ്ങളെ? ഇവിടെ എത്ര കാലമായി നടക്കുന്നു? വാസ്തവത്തിൽ ഇന്ന് ഈജിപ്ത്, അതുപോലെ സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങളും കുഴപ്പങ്ങളും, ഇതെല്ലാം ഇവിടെയുള്ള കുഴപ്പവും ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ പുത്തൻ പ്രസ്ഥാനക്കാരുടെ കാരണം കൊണ്ടുണ്ടായതാണ്. സംശയം വേണ്ട. അത് ഒരിക്കൽ സലഫിയുടെ പേരിൽ വന്നു, വേറൊരിക്കൽ ബ്രദർഹുഡിന്റെ പേരിൽ വന്നു, വേറൊരിക്കൽ തബ്ലീഗിന്റെ പേരിൽ വന്നു, വേറൊരിക്കൽ ഇപ്പം വേറെ 2 അക്ഷരത്തിൽ വന്നിരിക്കുന്നു, SK. രണ്ടും എല്ലാം ഒന്നെ അല്ലാന്ന് പറയാൻ ധൈര്യമുള്ളൂ. ഞാൻ ഒരുപാട് സ്ഥലത്ത് തോറ്റു. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വലിയ ക്യാമ്പ് നടന്നു 2 ദിവസം. ആ ക്യാമ്പിൽ ഇപ്പോ ഷാർ മുബാറക്കിന് എതിർക്കുന്ന ആ വലിയ മൗലവിയാണെന്ന് പറയുന്ന ഏത് ലേഖനം എഴുതിയിട്ട് ചോട്ട് പറയും, ഞാൻ അഖിലേന്ത്യ എന്താണ് ഇന്റർനാഷണൽ കമ്മിറ്റിയിൽ മെമ്പറാണ് കേട്ടോ. അതിന് തരുവണ എഴുതി, ഞാൻ ഒരു കമ്മിറ്റിയിലും മെമ്പറല്ല കേട്ടോ. അപ്പോ അതുപോലെ ഈ എഴുതുന്ന മൗലവിയിൽ നിന്ന് ബിരുദം നേടിയ എത്ര പേരായിരുന്നു അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പിൽ പങ്കെടുത്തത്? നിങ്ങൾ ആലോചിക്കണം. അവിടുത്തെ ബിരുദധാരികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പ് നടത്തുകയാണ്. അതിൽ 2 ദിവസം മുഴുക്കെ ഇരുന്ന് അവർ പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നശിപ്പിക്കാൻ ഓരോ പേരിലും വന്ന് ഇപ്പോൾ ഇങ്ങനെ വേറൊരു പേരിൽ വന്നു എന്നേ ഉള്ളൂ. ഷേർ മുബാറക്കിനെ എതിർക്കലൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഓഹരി ചെയ്ത് കൊടുത്ത അന്ന് മുതൽ ഹുദൈബിയ സന്ധിയിൽ അവിടുത്തെ ഷേർ മുബാറക്ക് കളഞ്ഞു വെച്ചപ്പോൾ സഹാബത്ത് എടുത്തു വെച്ച സമയം മുതൽ ഉംറത്തുൽ ഖളാഇൽ നബി തങ്ങൾ കളഞ്ഞു വെച്ച രോമം അതാ സഹാബികൾ എടുത്ത് സൂക്ഷിച്ചത് മുതൽ ജഹ്റാനത്തിൽ വെച്ച് ഉംറ ചെയ്തു വന്നപ്പം മുടി വെട്ടി ആ രോമവും സഹാബത്ത് സൂക്ഷിച്ചു. അതിനുശേഷം അതാ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഷേർ മുബാറക്ക് വലഭാഗത്തേത് കളഞ്ഞുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു.
രണ്ടാമതായി തലന്റെ ഈ മൂർധാവിൽ കളയാൻ ഒരുങ്ങിയപ്പോൾ അങ്ങയുടെ ഈ മൂർധാവിലുള്ള മുടി എനിക്ക് തരണമെന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് അവിടത്തേക്ക് കൊടുത്തു. മൂന്നാമതായി ഇടഭാഗത്തുള്ളതും കളഞ്ഞു. അതും അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ കൊടുത്തു. ആ അൻസാരി ഗോത്രത്തിൽപ്പെട്ട ഇന്ന് ലോകത്തുള്ള മുഴുവൻ അൻസാരികളുടെയും ഒരു വലിയ സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റും അൻസാരി ഗോത്രത്തിൽപ്പെട്ട ആളുമായ അഹ്മദ് ഖസ്റജിയാണ് നമുക്ക് ശഅർ മുബാറക് തന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആ കാലഘട്ടം മുതൽക്ക് തന്നെ ബിദ്അത്തുകാരിവിടെ എതിർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയോ നമ്മുടെ കേരളത്തിലും പാകിസ്ഥാനിലും ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ഒരു വിഭാഗം ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ ഏത് കാലവും അതിനെ എതിർത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമാക്കി ഇവിടെ നടക്കണ്ട. ഞങ്ങളത് പറയുന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം, ആ ശരീരത്തിലെ ശഅറുകളും നഖവും വിയർപ്പും എല്ലാം മഹത്വമുള്ളതാണെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു. അതിന് സംശയം വേണ്ട. ഞാൻ നിർത്തട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം, ആ ശരീരം കൊണ്ട് ആണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം, അത് വെച്ചുകൊണ്ടാണ് സത്യം ചെയ്തത്. അവിടുന്ന് എല്ലാം പഠിപ്പിച്ചു. ഇപ്പോഴത്തെ വലിയ ഒച്ചപ്പാടാണ് 18 വയസ്സിന്റെ വിഷയം. സ്ത്രീകളുടെ വിവാഹപ്രായം. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഇവിടെ പറഞ്ഞത് 18 വയസ്സ് എന്ന ഒരു നിയമം ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമം ഇവിടെ ഉള്ളപ്പോൾ ആ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് പാടില്ല, അതിന് എതിരായി പ്രവർത്തിക്കാൻ പാടില്ല. അതേ സമയത്ത് ചില സാഹചര്യങ്ങളിൽ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യേണ്ടി വരും. അങ്ങനെ പെൺകുട്ടിയും ഇഷ്ടപ്പെടുന്നു, പിതാവും ഇഷ്ടപ്പെടുന്നു, ഭർത്താവും കുടുംബവുമെല്ലാം ഇഷ്ടപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അത് ചെയ്യാനുള്ള അനുമതി അത് ഹിക്മത്തിലൂടെ, നിയമത്തിലൂടെ ഇവിടെയുള്ള എല്ലാ ആലിമീങ്ങളും ഇരുന്ന് സംസാരിച്ച് ഒരു രൂപമുണ്ടാക്കി എല്ലാവരും കൂടി ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് സാധിക്കുമായിരുന്നു. അത് ഇല്ലാതെയാക്കാൻ ഇവിടെ ഒരു വിഭാഗം മറ്റുള്ള ആളുകളെ ഒന്നും കൂട്ടാതെ ഞമ്മക്കിതിന്റെ പേര് കിട്ടണമെന്ന് വെച്ചിട്ട് രംഗത്തിങ്ങോട്ട് വന്നു. അപ്പോഴേക്കും നിങ്ങൾ അറിയോ, നമ്മളെ മുസ്ലിമിന്റെ പേരിൽ തന്നെ ഇരിക്കുന്ന ചില നിരീശ്വരവാദികളുണ്ട് ഇവിടെ. ഇസ്ലാമിന്റെ പേരാണ്, മാപ്പന്റെ പേരും അവരെ പേരും ഒക്കെ മുസ്ലിം തന്നെയാണ്. പക്ഷേ അവർ നിരീശ്വരവാദികളാണ്. അവരിങ്ങനെ കയറി കൊത്താൻ കാത്തിരിക്കുകയാണ്. അവര് കയറിക്കൊത്തുന്നു. അപ്പോഴേക്കും തുടങ്ങി വനിതാ സംഘടനകള്, ചിലരുടെ വനിതാ സംഘടനകൾ കയറിക്കൊത്താൻ തുടങ്ങി. അതുപോലെ മറ്റുള്ളവർ കയറിക്കൊത്തി അങ്ങുമിങ്ങും കടിച്ച് വലിച്ച് ഇസ്ലാമിന്റെ ഒരു വിശ്വാസത്തെ ഇവിടെ അവഹേളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കേണ്ടതില്ലായിരുന്നു. നേരത്തെ തന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു രൂപമുണ്ടാക്കി അത് ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുകയായിരുന്നു നല്ലത്, അല്ലെങ്കിൽ കോടതിയിൽ കൊടുക്കുകയായിരുന്നു നല്ലത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴേക്ക് അല്ലാഹ്, ഇവിടെ എന്ത് ശരീഅത്തിന്റെ വിഷയത്തിൽ എന്ത് സമവായം വന്നിരിക്കുന്നു എന്നാ ചോദിക്കണത്. ഞങ്ങൾ സമവായം ശരീഅത്തിന്റെ മസ്അല സമവായമാക്കാനല്ല, ആ മസ്അല നടപ്പിൽ വരുത്താനുള്ള വഴിയും രീതിയും എങ്ങനെയാണ്
വേണ്ടതെന്ന ഒരു സമവായം. അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയും എല്ലാവർക്കും മടങ്ങാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. ഓരോ കക്ഷികൾക്കും അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ. അത് നിങ്ങൾ പ്രചരിപ്പിക്കുക. അതേസമയത്ത് അങ്ങുമിങ്ങും എതിർക്കുന്ന, അങ്ങുമിങ്ങും കയ്യാങ്കളിയിലേക്ക് എത്തിക്കുന്ന, അക്രമത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവരുത്. അത് നാം എല്ലാവരും ചിന്തിക്കണം. രാഷ്ട്രീയ പ്രവർത്തകരും ചിന്തിക്കണം. രാഷ്ട്രീയ പ്രവർത്തനവും അതിന്റെ കളിയും അതാര് ചെയ്താലും അക്രമത്തിലേക്ക് പോകാൻ പാടില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ മറ്റുള്ള മന്ത്രിമാരെയും നേതാക്കളെയും കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ ഇവിടെ വലതു ഭരിച്ചാലും ഇടതു ഭരിച്ചാലും ആര് ഭരിച്ചാലും ജനങ്ങൾ അതിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. ജനങ്ങൾ അക്രമത്തിലേക്ക് പോകാൻ പാടില്ല. അതിനെ എല്ലാവരും നോക്കണം. അക്രമം ഇവിടെ ഒരു മാക്കം ആക്കരുത്. കണ്ണൂര് നല്ല പാരമ്പര്യമുള്ള നാടാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി വളപട്ടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട്ട് ശൈഖ് ജിബ്രി തങ്ങൾ വന്നിട്ട് 208 കൊല്ലമാണ് അവർ വഫാത്തായിട്ട് ആയത്. അതുപോലെ ഇവിടുത്തെ എല്ലാ സയ്യിദന്മാരും 300 കൊല്ലത്തിൽ താഴെയാണ് മറ്റുള്ള സയ്യിദന്മാരെല്ലാമായിട്ടുള്ളതെങ്കിൽ വളവട്ടളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വന്നിട്ട് കൊല്ലം 500 ആയിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ അവരുടെ മകന്റെ മകനാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മൗലൽ ബുഖാരി കണ്ണൂരില്. അവര് വന്നിട്ടും കൊല്ലങ്ങൾ ധാരാളമായി. അതുപോലെ തന്നെ പെരികത്തൂരിലെ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇവിടെ വന്നിട്ട് 800ഓളം കൊല്ലമായി. അങ്ങനെ പഴക്കമുള്ള ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണൂരിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ മുസ്ലിം സമുദായത്തോടും ഇവിടുത്തെ ഹൈന്ദവരോടും ക്രൈസ്തവരോടും എനിക്ക് പറയാൻ അധികാരമുണ്ടായാലും ഇല്ലെങ്കിലും ഞാനൊരു ശുപാർശ എന്ന നിലക്ക് പറയട്ടെ. ഈ നാട്ടിലുള്ള സമാധാനം നിലനിർത്താൻ നിങ്ങളെല്ലാവരും ഉത്സാഹിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ നന്മ സൽപ്പേര് സമാധാനത്തിലൂടെയാണ്, മതമൈത്രിയിലൂടെയാണ്, ഐക്യത്തിലൂടെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന്റെ കാര്യം വളരെ ഗൗരവമായി സൂക്ഷിക്കണം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നതിൽ നിന്നോ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബഹുമാനിക്കുന്നതിൽ നിന്നോ നാം പുറകോട്ട് പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. നിങ്ങളോട് ഞാൻ പറയട്ടെ, 1,24,000 2,24,000 വരുന്ന അംബിയാ മുർസലുകൾ ഇവിടെ വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയെ കൊണ്ടും സത്യം ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെ അല്ലാഹു സത്യം ചെയ്ത ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. അത് ആ സത്യം ചെയ്യപ്പെട്ട വസ്തുവിന്റെ മഹത്വം അറിയിക്കുന്നതാണ്. വൽ അസ്രി, സമയം, കാലം. അതുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. അതെന്തിനാണ്? സമയം വളരെ വിലയുള്ളതാണ്. സമയം നാം നഷ്ടപ്പെടുത്തരുത്. ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്തരുത്. അതിന്റെ വില വളരെ വലുതാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ അല്ലാഹു തആല വൽ അസ്രി എന്ന് സത്യം ചെയ്തു. എന്നാൽ അങ്ങനെ ഓരോ സാധനങ്ങളെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കളെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. അവർക്ക് വിലയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ അമ്പിയാക്കളിൽപ്പെട്ട പലരെ കൊണ്ടും സത്യം ചെയ്യുകയാണ് എങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും അക്കൂട്ടത്തിൽ സത്യം ചെയ്താൽ അവിടത്തെ മഹത്വം അറിയുകയില്ല. അതുകൊണ്ട് ലം യുഖ്സിമില്ലാഹു ബിനബിയ്യിൻ മിനൽ അംബിയാ 1,24,000 2,24,000 വരുന്ന അംബിയാ മുർസലീങ്ങളിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തില്ല. ഇല്ലൽ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഒഴികെ. അല്ലാഹു തആല അത് പറയുന്നു, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ഓ ഹബീബായ മുഹമ്മദ് നബിയേ, ലഅംറുക, അങ്ങയുടെ ശരീരം കൊണ്ട്, അങ്ങയുടെ ജസദു ശരീഫ് കൊണ്ട്, അങ്ങയുടെ ബദൻ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹു സത്യം ചെയ്തു പറയുന്നു. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ശരീരം കൊണ്ട് മാത്രം സത്യം ചെയ്തത് അവിടത്തെ ശരീരത്തിന് മുഴുവനുമുള്ള മഹത്വം ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ചില അവയവങ്ങളെ കൊണ്ട് പ്രത്യേകം സത്യം ചെയ്തു. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ ആയത്തിന് 2 തഫ്സീർ. ഒരു തഫ്സീർ എല്ലാവർക്കും അറിയുന്നത് തന്നെ, വല്ലുഹാ, ളുഹാ സമയം, രാവിലെ ഉച്ചയാകുന്നത് വരെയുള്ള സമയം. വല്ലൈലി ഇദാ സജാ, അതുപോലെ ഇരുട്ടുള്ള രാവ്. ഇതൊരു സത്യമാണ്. മറ്റൊരു അർത്ഥം ഇമാം ഫഖ്റുദ്ദീനുർ റാസി, ആഗോള പ്രശസ്തനായ മുഫസ്സിർ, തന്റെ തഫ്സീറുൽ കബീർ, തഫ്സീറുർ റാസി, അതിലതാ പറയുന്നു, മുതഅല്ലിംകളെ നിങ്ങൾ എടുത്തു നോക്കൂ. ഹൽ ഫസ്സറ അഹദുൻ ബിൽളുഹാ ബിവജ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നഅം വല്ളുഹാ. ഓ ഹബീബായ മുഹമ്മദ് നബിയേ, അങ്ങയുടെ സുന്ദരമായ പ്രശോഭിതമായ മുഖം കൊണ്ട് സത്യം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി വജ്ഹുകൽ വല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖമതാ, അത് ലോകത്ത് മുഴുവനും അതിന്റെ കീഴിൽ താഴ്ത്തിക്കളയുന്ന പ്രകാശമാണ്. കശംസി തളഹറുലിൽ ഐനൈനി മിൻ ബുഅദി സഗീറത്തുൻ വതുകില്ലു തർഫ മിൻ നമമി. സൂര്യനെ പോലെ എന്നല്ല, സൂര്യനേക്കാളും പ്രകാശമുള്ള മുഖമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം. ആ മുഖമാണ് വല്ലുഹാ എന്നതുകൊണ്ട് ഉദ്ദേശം. വല്ലൈലി ഇദാ സജാ എന്നതിന്റെ അർത്ഥം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നല്ല കറുപ്പുള്ള രോമം, തലയിലുള്ള രോമം മുടി, അതാണ് വല്ലൈലി എന്ന കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മൻ ആദാ ശഅറത്തൻ മിൻ ശഅരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട രോമത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഒരാൾ നിന്ദിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആദാനി, അവൻ എന്നെ നിന്ദിച്ചവനായി. എന്നെ നിന്ദിച്ചാൽ അവൻ അല്ലാഹുവിനെ നിന്ദിച്ചവനായി, അവൻ നരകത്തിലാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിനെ ബഹുമാനിക്കുന്നു എന്നല്ലാതെ ഞങ്ങളിതിവിടെ ഒരു ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും ഗണ്ണിക്കാനും മറുപടി പറയാനും നടക്കാറുമില്ല. പക്ഷേ എന്നിട്ടും കഴുത്തിൽ കയറി ഇങ്ങനെ തോന്നിവാസം പറയുന്നത് കൊണ്ട് ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞുപോയേ എന്നുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് നാം എല്ലാവരും വർദ്ധിപ്പിക്കുക, അവിടത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക, അവിടത്തോടുള്ള അനുതാപനം നാം വർദ്ധിപ്പിക്കുക, അവിടുത്തെ സുന്നത്ത് സ്വീകരിക്കുക. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. എന്താണ് സുന്നികൾക്ക് ഇങ്ങനൊരു കൂട്ടുകമ്പനി പേരുണ്ടായത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഓ നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നബിയാകുന്ന എന്നോട് നിങ്ങൾ പിൻപറ്റണം. ബുദ്ധി കൊടുത്ത് ആലോചിക്കണേ, എന്നോട് നിങ്ങൾ പിൻപറ്റണം. വേറെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുവന്ന മുഹാജിറുകളും അൻസാറുകളുമായ മുഴുവൻ സഹാബത്തും വല്ലദീന തബഊഹും, സഹാബികളോട് പിൻപറ്റിയവരും. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് നബിതങ്ങളോട് പിൻപറ്റിയവർ, ഈ ആയത്തിൽ പറഞ്ഞത് സഹാബികളോട് പിൻപറ്റിയവർ. അപ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യമല്ല, എതിരല്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് പിൻപറ്റാൻ അവിടുത്തെ സഹാബത്തിനെ പിൻപറ്റണം, ആ സഹാബത്തിനെ സ്വീകരിക്കണം, അവരെ അനുധാവനം ചെയ്യണം. അവരെന്തൊരു സരണിയാണോ നമുക്ക് കാണിച്ചു തന്നത്, ആ സരണിയിലൂടെ നാം നീങ്ങണം. അതാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാവരും ആ മഹത്തായ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഹൗലുൽ കൗസർ കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയും പ്രസംഗമുള്ളത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തമാശയല്ല, കളിയല്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ എന്നൊരാളുണ്ടായിരുന്നു. കോഴിക്കോട്ട് പുതിയറയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം. ആ മഹാനവർകൾ ഒരിക്കലും നാടൻ പാട്ടുപാടി, ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, കളിക്കാനുണ്ടൊരു കളി, കളിക്കാനുണ്ട് കളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുപാടി. കുട്ടികൾക്ക് തിരിഞ്ഞില്ല. കുട്ടികൾ കളിക്കുമ്പോ ഇത് ഒന്ന് പാടി. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, മാവല്ലാഹി ലൗ അലിമൽ അനാമു ലിമാ ഖുലിഖു لما غفلوا وناموا لقد خلقوا لما لو بصرته عيون قلوبهم صاحوا وهاموا. അതാണ് മരണം എന്നൊരു കളിയുണ്ട്, ഖബർ എന്നുള്ളൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്. ഇങ്ങനെ കളികൾ പലതുണ്ട് സുലൈമാൻ മുസ്ലിയാർ പാടിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മൗത്ത് വരാനുണ്ട്, നമുക്ക് ഖബർ വരാനുണ്ട്, നമുക്ക് മഹ്ശറ വരാനുണ്ട്. നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടണം. അവിടുത്തെ ഹൗലുൽ കൗസർ നമുക്ക് കുടിക്കാൻ കഴിയണം. അവിടത്തോടുകൂടി ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർറാഹിമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാവരോടും ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരുന്നു. ആ സ്വലാത്ത് നിങ്ങളൊക്കെ ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് ചൊല്ലിക്കൂടെ എല്ലാവർക്കും? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതെല്ലാവർക്കും അറിയുന്നതാണ്. അവിടുന്ന് അങ്ങോട്ട് ഒരു വാക്ക് കൂടി കൂട്ടിയാൽ ഇജാസത്ത് പൂർത്തിയാകും. കമാ തുഹിബ്ബു വതറുല്ലാഹ്. പറയൂ, കമാ തുഹിബ്ബു വതറുല്ലാഹ് അദദ മാ തുഹിബ്ബു വതറുല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി
وصحبه وسلم كما تحب وترضى عدد ما ترضى. لا إله إلا الله محمد رسول الله عدد ما في علم الله. لا إله إلا الله جلو لا إله إلا الله محمد رسول الله عدد ما في علم الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين ملك الملوك يا الله ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഈ സദസ്സ് നീ ബർക്കത്തുള്ള സദസ്സാക്കണം റഹ്മാനേ. പടച്ചവനെ, ഈ സദസ്സിൽ ഇന്ന് ഒരു കുറവുള്ളത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും അതുപോലെ കൻസുൽ ഉലമ ഹംസ മുസ്ലിയാരുടെയും നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെയും കുറവാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് സുഖമില്ല. അല്ലാഹു തആല അവർത്തേക്ക് നല്ല ആരോഗ്യം നൽകട്ടെ. അല്ലാഹു അവർത്തേക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇജ്ജത്തോടെ ഖുവ്വത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദും സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അല്ലാഹു അവർക്ക് ആരോഗ്യം നൽകട്ടെ, ഇജ്ജത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് ഇന്നലെ എനിക്ക് ദുബൈയിൽ നിന്ന് ഫോൺ ചെയ്തു. എനിക്ക് സുഖമില്ലെങ്കിലും അൽമഖർ നോക്കാൻ എനിക്ക് ഇടക്കിടക്കൊന്ന് ദുബൈയിൽ വരണമല്ലോ, എന്റെ വിസ തീർന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. കണ്ണൂരിലെ സമ്മേളനത്തിന് വരാൻ എനിക്ക് കഴിയില്ല എന്ന് ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് എനിക്ക് ടെലിഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. അല്ലാഹു അവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. അതുപോലെ നമ്മുടെ പി കെ അബൂബക്കർ മുസ്ലിയാർ, പി കെ അല്ലേ കെ പി അല്ലല്ലോ, മാറിപ്പോയി, സുഖമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് സുഖമാക്കി കൊടുക്കട്ടെ, അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ പല ആളുകൾ ഇപ്പൊ അടുത്ത ദിവസം ഒരു അമാനി, എന്തായാലും അവരുടെ പേര് അബ്ദുൽ അസീസ് അമാനി പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവർക്ക് ദറജ കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ വളപട്ടണം നമ്മുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട സഹായിയായിരുന്ന ആചാര്യണ്ടായിരുന്നു, മറന്നുവല്ലോ, യൂസുഫ് ഹാജിയുടെ ഉമ്മ അടുത്ത ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ജേഷ്ഠൻ ഇതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ചിത്താരി അബ്ദുള്ള ഹാജി പെട്ടെന്ന് ഒരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാണ്. അല്ലാഹുവെ നീ സുഖമാക്കി കൊടുക്കണേ റഹ്മാനെ, നീ സുഖമാക്കി കൊടുക്കണേ റഹ്മാനെ. ചിറക്കൽ മുഹമ്മദ് ഐസിയുവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സുഖമാക്കി കൊടുക്കട്ടെ. ചക്കരക്കല്ല് മുഹമ്മദ്, അല്ലാഹു അവർക്ക് സുഖം കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ.